ഹായ് അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളോട് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ മക്കൾ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ അവരൊടുക്കിലും കൊണ്ടായി കൊടുത്തുള്ള നമുക്ക് നാളെ പോകാമെന്നൊക്കെ പറഞ്ഞിക്കാണ്ട് അവർക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാ കേട്ടോ. അപ്പോൾ രണ്ടാമത്തവനെ ഞാൻ അവൻ കരഞ്ഞുകൊണ്ടൊക്കെ കേട്ടോ അവൻ പോണത്. അവൻ ഞാൻ അല്ലാണ്ട് കൊടുക്കും പോകണം, എനിക്ക് താല്പര്യമില്ല. പിന്നെ ചെറുതിന് പിന്നെ അനിയത്തിൻ്റെ മോളുണ്ട് അവിടെ, അപ്പോൾ അവളെ കളിപ്പിക്കാൻ കൊതി കൊണ്ട് കേട്ടോ അവൻ ഓടുന്നത്. പിന്നെ അവളെ കൊണ്ടാക്കിക്കാണ്ട് അവർ രാത്രിയായിട്ട് മടങ്ങി വന്നപ്പം അപ്പോൾ എന്തായാലും കുറച്ച് പൊതിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പാണ് പൊതിയിൽ എന്താവും എന്നുള്ളത്. വേറെ ഒന്നുമല്ല, അത് പായസം കേട്ടോ. പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു കലം കിട്ടിയാലും അത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കൂട്ടോ, അത്ര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു. പായസമൊക്കെ നല്ല ചൂടാക്കി കണ്ടിട്ടോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അത് ചൂടാക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പോൾ ഇതാ നമ്മൾ പായസം അത് ഒരു ഗ്ലാസ് കുടിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ ഒന്നിച്ച് കുടിക്കാനൊന്നും കഴിയില്ല, അങ്ങനെ അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഓരോ ഗ്ലാസ് അങ്ങനെ കുടിക്കാൻ കേട്ടോ ഇഷ്ടം. രാത്രി കഞ്ഞി വെച്ചിക്കാണ്ട് ചമ്മന്തി ഉണ്ടാക്കി ഞങ്ങൾ കഞ്ഞി കുടിച്ച് നേരത്തെ കാലത്തെ കിടന്നുറങ്ങി. മക്കളില്ല ഒരു ഡ്രസ്സും ഇല്ല കേട്ടോ, ഭയങ്കര ബോറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് നേരം വെളുക്കുമ്പോൾ തന്നെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ തന്നെയാണ് പോകുന്നത് കേട്ടോ. കാരണം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണല്ലോ വെയിലിന്. അപ്പോൾ അത് എഴുതിയിട്ട് ഞങ്ങൾ നേരത്തെ കാലത്തെ ഇങ്ങോട്ട് പോകുന്നത്. എൻ്റെ സ്ക്രീൻ പെന്നും കഴിച്ച് കണ്ടാൽ പോകുന്നത്, ചായ ഒന്നും കുടിച്ചില്ല. പിന്നെ ചായയൊക്കെ കുടിച്ചത് ഇവിടെ വന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ വന്നപ്പോഴത്തേന് ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറ് മീൻകറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. നേരം വെളുക്കണ വരെ സംസാരിച്ചിരുന്നിട്ട് ആ സമയം കൊണ്ട് അവർ അതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം. അവർക്ക് തന്നെ അറിയാം ലേറ്റായിട്ട് എണീക്കുള്ളൂ എന്ന്. അങ്ങനെ നേരം വെളുക്കാൻ നേരത്താണൊക്കെ എണീ. അപ്പോൾ കോളിമ്പല്ലടിച്ചപ്പോൾ ഒക്കെ നീച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇവളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഓടി വന്നിരിക്കുന്നത്. പിന്നെ ഏട്ടന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് എവിടേക്കെങ്കിലും പോകണം. അപ്പോൾ അവളെയും കൂട്ടി അവർ മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. എന്താ ഓരോരുത്തർ ഇതാ വന്ന ഉടനെ തന്നെ ഇതിമലൊക്കെ കേട്ടോ ഓരോരുത്തരൊക്കെ കളിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ അനിയത്തിയും കുട്ടികളും അവരും വന്നിട്ടുണ്ട്. എല്ലാവരും തലേ ദിവസം തന്നെ ഇവിടെ കൂടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ വയ്ക്കുന്ന സമയത്ത് പോലും ഫോണുമെന്ന് കണ്ണെടുക്കാതെ പണ്ട കുട്ടികൾ ഒന്നിച്ച് കൂടുമ്പോൾ കളിച്ചിരുന്നില്ലേ. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഒക്കെ ഫോണുമേലായിട്ടുണ്ടല്ലോ എല്ലാ മക്കളും. പിന്നെ കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഇതൊക്കെ എടുത്ത് പിന്നെ അനിയത്തിൻ്റെ ഭർത്താവ് വന്നിരുന്നു രാത്രി. അപ്പോൾ പിന്നെ അവർ പോവാണ്, നാളെ സ്കൂളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളും പോകാൻ നിൽക്കുന്നതാണ് കേട്ടോ. കാരണം നാളെ പരീക്ഷയുണ്ട്, അപ്പം എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ മറ്റുള്ള രണ്ടാളും ഇവിടെ തന്നെ നിൽക്കും. മറ്റുള്ള രണ്ടാളും രാവിലെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും വലിയവനും പോരാൻ വേണ്ടിയിട്ട് ഞങ്ങളും അതിൻ്റെ ബാക്കിൽ തന്നെ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവർ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഓൾക്കും പോകണം. അപ്പോൾ വെറുതെ ഒന്ന് ചുറ്റാൻ വേണ്ടി പോയതാട്ടോ. ഏട്ടത്തിൻ്റെ കുട്ടിയും എൻ്റെ മോനും അവിടെ കുടിക്കാണ്ട്. ഇതാ പോകാൻ നേരത്ത് ഇതാ കുറേ മീൻ ഏതായാലും ചോറ് കഴിക്കണം നേരില്ല എന്ന് പറഞ്ഞപ്പോൾ മീൻ കായം കൂട്ടിച്ചിരുന്നു. അപ്പോൾ അതും പാഴ്സലാക്കി തന്ന്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അത് പൊടിച്ചിട്ട് കഞ്ഞിയോ ചോറോ എന്തെങ്കിലും കഴിച്ചോന്ന് പറഞ്ഞിക്കാണ്ട് തന്നതാണ് കേട്ടോ. പിന്നെ അതാ ഇവളിതാ ഞങ്ങൾ പോരാൻ നേരത്ത് കുറേ ഇരുന്ന് കരഞ്ഞിട്ടോ. അപ്പോൾ കരഞ്ഞു പോകുന്നപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. പിന്നെ എന്താ റോട്ടിലേക്ക് എത്തിയപ്പോൾ ഭയങ്കര ട്രാഫിക് പറഞ്ഞാൽ എന്തോ ഒരു ബ്ലോക്കാണോ. അത് ഈ പെരുന്നാളിൻ്റെ ദിവസവും തലേ ദിവസം പിറ്റേ ദിവസം കുറച്ച് 2-3 ദിവസം പിന്നെ റോഡിൻ്റെ അവസ്ഥ ഇതാണല്ലേ. അത് നമ്മൾ എന്തിൻ്റെ പ്രശ്നമായിട്ടാണ് ഇപ്പോൾ ഇത് പറയുക, റോഡിൻ്റെ പ്രശ്നമാണോ അതോ വണ്ടികളുടെ പെരുപ്പത്തിൻ്റെ പ്രശ്നമാണോ? ഇപ്പോൾ ഓരോ വീട്ടിൽ 2-3-4 വണ്ടികളൊക്കെ അല്ലല്ലേ, ഓരോരുത്തർ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ വണ്ടിയാണല്ലോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണോ എന്തൊക്കെ ചിന്തിച്ചിട്ട് ഞങ്ങൾ അതിനെ പറ്റി അഭിപ്രായമൊക്കെ പറഞ്ഞിങ്ങനെ പോരാണ് കേട്ടോ. പിന്നെ സോപ്പ് പൊടി അതൊക്കെ തീർന്നിട്ടുണ്ട്, അതൊക്കെ മേടിക്കണം പറഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ കയറി. അവിടെ ആകുമ്പോൾ അങ്ങനത്തതിനൊക്കെ ഓഫറുകളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ സാധനമൊക്കെ മേടിച്ച് പോരാൻ നേരത്തെ ഞാൻ പറഞ്ഞാൽ നമുക്കൊരു അവിൽ മിൽക്ക് കഴിക്കാം, ഇനി ചെന്നിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചോറൊന്നും വേണ്ട, നമുക്കൊന്ന് ഇത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടുത്തെ മിൽക്കാവത്ത് അവിൽ മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ സാധനം. 100 രൂപയ്ക്ക് നല്ലൊരു വെർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറെ ഫുഡ് കഴിക്കാനൊന്നും തോന്നില്ല, അത് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ വയറ് ഫുള്ളാകും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലേക്കൊക്കെ എത്തിയപ്പോൾ പിന്നെ ഒന്ന് മേലെ കഴുകിയിട്ട് വേഗം കിടന്നിട്ട് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു, യാത്രാ ക്ഷീണം. രാവിലെ പോയതല്ല, അങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണം വരും കേട്ടോ. പിന്നെ എപ്പോഴും കിടക്കാനൊക്കെ ഒരു തോന്നലാണ്. പിന്നെ രാവിലെ എണീറ്റ് കുറച്ച് കഴിഞ്ഞ് 10 മണിയൊക്കെ ആയപ്പം മോനിതാ അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ സൺസ്ക്രീം ഉപയോഗിക്കാതെ ആരും പുറത്തിറങ്ങേണ്ട, കാരണം ഞാൻ ഒരുപാട് കാലം അങ്ങനെ സൺസ്ക്രീമൊന്നും യൂസ് ചെയ്യാൻ തുടങ്ങിയില്ല, ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ നല്ല മാറ്റമാണ് കേട്ടോ സൺസ്ക്രീം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ സ്കിന്നിന്. മറ്റേ പെട്ടെന്ന് ഡാർക്കായിട്ടൊക്കെ സ്കിന്ന് വരുമായിരുന്നു വെയിലൊക്കെ ഉണ്ടാവില്ല, ഇപ്പോൾ അതൊക്കെ കുറേ മാറിയേ. പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന സമയത്ത് കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പുതിയവട്ടം. അപ്പോൾ ഞാൻ കുറച്ച് തലേ ദിവസം നമ്മൾ 27 രാവിൻ്റെ കുറച്ച് മാവ് ആക്കിയിട്ടുണ്ടായിരുന്നു നെയ്യപ്പത്തിൻ്റെ. അപ്പോൾ ആ മാവ് എന്ത് ചെയ്തു,
അത് കൽത്തപ്പാക്കി മാറ്റിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്നിട്ട് തിരിച്ച്. അപ്പോഴായിട്ട് ഞങ്ങൾക്കും ഹാപ്പി ആയിരുന്നു. മറ്റേ രണ്ടാളില്ലാഞ്ഞിട്ട് വലിയവനാണെങ്കിലും ഭയങ്കര പ്രയാസം, കണ്ടാടിപിടി കൂടുമെങ്കിലും ഇല്ലെങ്കിൽ മൂന്നാൾക്കും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പെരുന്നാൾ പിറ്റേന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബായ്.